നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്ന ബന്ധുക്കളുടെ ആരോപണത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും. കൊലപാതക സാധ്യതയുടെ ചുരുളഴിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ലെന്നും മൃതദേഹത്തിലെ പരിക്കുകൾ അതിന് തെളിവാണെന്നും മാതാപിതാക്കൾ പറയുന്നു. കൊലപാതക സാധ്യത സംശയിക്കാനുള്ള കാരണങ്ങൾ പലതാണ്. പോലീസ് എത്തും മുൻപ് തന്നെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം അഴിച്ചെടുത്തു. മൃതദേഹം വാഹനത്തിൽ കയറ്റാൻ മുന്നിൽ നിന്നത് പ്രതികളിൽ ചിലർ തന്നെ. കൃത്യം നടന്ന ഹോസ്റ്റലിലും സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയിലുമെല്ലാം പോലീസ് എത്തും മുൻപ് പ്രതികൾ ഉൾപ്പെടെ കയറിയിറങ്ങിയതിനാൽ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ക്രൂരമർദ്ദനത്തിനിരയാകുകയും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തയാൾ ശുചിമുറിയിലെ വെന്റിലേറ്ററിൽ തൂങ്ങി മരിക്കുമോ എന്നും സംശയം. മുഖ്യപ്രതി സിൻജോ ജോൺസണുമായി അന്വേഷണ സംഘം ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തി. സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രിക് കേബിളുകളും ഗ്ലൂഗണ്ണും പോലീസ് സിൻജോയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മരണത്തിൽ പങ്കുണ്ടെന്ന സംശയത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ കസ്റ്റഡിയിലുള്ളവരുടെ മൊഴിയും കണക്കിലെടുക്കും. ഇതിനുശേഷമേ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് വ്യക്തമാകുകയുള്ളൂ. കോളേജ് അധികൃതർ 3 വർഷത്തെ പഠനവിലക്ക് ഏർപ്പെടുത്തിയ 19 വിദ്യാർത്ഥികളിൽ ഒരാൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ദുരൂഹമായി തുടരുന്നു. ഇന്ന് സർവകലാശാലയിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധം നടക്കും. അതേസമയം വിവരങ്ങൾ ഫോണിലൂടെ VCയെ അറിയിച്ചിരുന്നു. ഹോസ്റ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വാർഡൻ ബന്ധപ്പെടേണ്ടതില്ല. അക്കാദമിക് പ്രവർത്തനങ്ങളുടെ തലവനാണ് ഡീൻ. ഹോസ്റ്റലിലല്ല താമസിക്കേണ്ടത്. ഡീനിന്റെ പണി സെക്യൂരിറ്റി സർവീസ് അല്ല. സംഭവം നടക്കുമ്പോൾ അസിസ്റ്റന്റ് വാർഡനും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കായി കോഴിക്കോട്ട് പോയിരിക്കുകയായിരുന്നുവെന്നും അക്കാദമിക് ഡീനും വാർഡനുമായ MK നാരായണൻ പറയുന്നു. എന്നാൽ മുൻ VC MR ശശീന്ദ്രനാഥ് പറയുന്ന പ്രകാരം സിദ്ധാർത്ഥന്റെ മരണവിവരം അപ്പോൾ അറിയിക്കാതെ അധ്യാപകർ മറച്ചുവെച്ചു. അറിഞ്ഞിരുന്നെങ്കിൽ ഇടപെടുമായിരുന്നു. 18-ന് വൈകിട്ട് തൃശൂരിൽ നിന്ന് പൂക്കോട്ടേക്കുള്ള യാത്രയിലാണ് മരണവിവരം അറിഞ്ഞത്. റിപ്പോർട്ട് നൽകാൻ 19-ന് തന്നെ ഡീനിനെ ചുമതലപ്പെടുത്തി. എന്നാൽ ഡീൻ വിവരങ്ങളൊന്നും അറിയിച്ചില്ല. ക്യാമ്പസിലുണ്ടായിരുന്ന സമയത്തും റാഗിംഗ് അടക്കമുള്ള വിവരങ്ങൾ അറിയിച്ചിരുന്നില്ല. സർവകലാശാലയിൽ അഭിമുഖം നടക്കുന്നതിനാലാണ് 18-നെത്തിയത്. അപ്പോഴേക്കും മൃതദേഹം കൊണ്ടുപോയിരുന്നു. 19-ന് മൃതദേഹം പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ അഭിമുഖം നിർത്തിവെച്ചു. അതേസമയം പ്രതികൾക്കെതിരെ ദുർബല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തണമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് T ജയപ്രകാശ് ആവശ്യപ്പെട്ടു. റാഗിങ്ങിനെതിരായ വകുപ്പുകൾ ചുമത്തി പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കരുത്. 2-3 വർഷം മാത്രം ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം വലിയ വകുപ്പുകൾ ചുമത്തുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ആ വാക്കുകൾ വിശ്വസിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണത്തിൽ തീരുമാനമായ ശേഷം കൂടുതൽ പ്രതികരിക്കാം. മകന്റെ ബാച്ചിലുള്ളവർക്കും മരണത്തിൽ പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത്. പുറത്ത് പലരും നല്ലവരായി അഭിനയിക്കുകയാണെന്നും ജയപ്രകാശ് പറഞ്ഞു. ഇതിനിടെ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല ലഭിച്ച ഡോക്ടർ PC ശശീന്ദ്രൻ ഇന്നലെ സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടെ വീട് സന്ദർശിച്ചു. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ, ബന്ധുക്കൾ എന്നിവരോട് അദ്ദേഹം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കോളേജ് ഡീൻ, അധ്യാപകർ എന്നിവരെക്കുറിച്ചുള്ള പരാതികൾ മാതാപിതാക്കൾ വിശദീകരിച്ചു. ഇന്ന് പൂക്കോട് കോളേജ് സന്ദർശിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് VC അറിയിച്ചു.